ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സോ നമ്മൾ ലൂയിസ് ഡൂമണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ വ്യൂസ് ടുവേർഡ്സ് കാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് GH ഗുറേ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓൺ കാസ്റ്റ്, അതായത് കാസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ GH ഗുറേയുടെ ഫുൾ നെയിം ഗോവിന്ദ് സദാശിവ് ഗുറേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1893 to 1983, 1893 to 1983 കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ് ഗോവിന്ദ് സദാശിവ് ഗുറേ എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഓഫൻ ബീൻ അക്ലെയിംഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. നമ്മളുടെ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഫാദർ എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. പിന്നെ he was influenced by Western scholar W.H. Rivers and founded the Indian Sociological Society and the Sociological Bulletin. അതായത് GH ഗുറേ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു വെസ്റ്റേൺ സ്കോളറാണ് W.H. റിവേഴ്സ് എന്ന് പറയുന്ന ആൾ. അതുപോലെ ഹീ ഫൗണ്ടഡ് ദ ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സൊസൈറ്റി കണ്ടെത്തിയതും GH ഗുറേയാണ്. അതുപോലെ സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ കണ്ടെത്തിയതും GH ഗുറേയാണ്. GH ഗുറേയുടെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഗുറേ, കാസ്റ്റ് were groups with a well-developed life of their own. The membership whereof, unlike that of voluntary associations and of classes, was determined not by selection but by birth. അതായത് ഗുറേൻ്റെ അഭിപ്രായത്തിൽ കാസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സർട്ടൻ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് which is having, അതായത് മെമ്പർഷിപ്പ് ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു വോളണ്ടറി അസോസിയേഷൻ എന്നാണ്. അതായത് സെൽഫായിട്ട് ഒരാൾ അതിലേക്ക് ചേരുന്നതല്ല, അതായത് ഞാൻ സ്വമേധയാ ഒരു ഗ്രൂപ്പിലേക്ക് ചേരുന്ന രീതിയല്ല, പക്ഷേ അത് ത്രൂ നമ്മളുടെ മെമ്പർഷിപ്പ് കംസ് ഫ്രം ബർത്ത് ആയിരിക്കണം, ജനനത്തിലൂടെ കിട്ടുന്ന ഒരു മെമ്പർഷിപ്പ്. ആ മെമ്പർഷിപ്പിലൂടെ നമ്മളൊരു ഗ്രൂപ്പിൽ പാർട്ടാവുകയാണെങ്കിൽ അതിനെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രകാരമാണ് GH ഗുറേ കാസ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വാരിയസ് റൈറ്റിങ്സ് ഓഫ് ഗുറേയുടെ വാരിയസ് റൈറ്റിങ്സ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റിങ്സ് എന്ന് പറയുന്ന ഒന്നാമത്തത് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ 1932 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ സാധൂസ് എന്ന് പറഞ്ഞിട്ട് 1953, ഫാമിലി ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്തോ യൂറോപ്യൻ കൾച്ചർ 1955, പിന്നെ സോഷ്യൽ ടെൻഷൻസ് ഇൻ ഇന്ത്യ 1968. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് വിച്ച് കവേഴ്സ് ത്രൂ ദ റൈറ്റിങ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൂടെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെ തോട്ട് പ്രോസസ്സിനെയാണ് ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളിൽ റെഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാസ്റ്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, ട്രൈബിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കിൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, കൾച്ചർ ആൻഡ് സിവിലൈസേഷനെ പറ്റി പറയുന്നുണ്ട്, റിലീജിയനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ സോഷ്യോളജി ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ പറ്റി പറയുന്നുണ്ട്, പിന്നെ ഫാമിലി ആൻഡ് മാരേജ് പറ്റി പറയുന്നുണ്ട്. പിന്നെ GH ഗുറേസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഹിസ്റ്റോറിക്കൽ, ഇൻഡോളജിക്കൽ ആസ് വെൽ ആസ് കമ്പാരിറ്റീവ്. അതായത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ, അതായത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുമാരുടെ എമങ്ങിൽ GH ഗുറേയുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ്, അദ്ദേഹം കാസ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായിട്ടും, അതുപോലെ ഇൻഡോളജി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റീനെ പറ്റി തീവ്രമായിട്ട് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഡോളജി എന്ന് പറയുക. സോ അത് ഇൻഡോളജിക്കലായിട്ടും അതുപോലെ കമ്പാരറ്റീവും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് GH ഗുറേയുടെ കാസ്റ്റിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ ഹിസ് ബുക്ക് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ ഹി അഗ്രീസ് വിത്ത് സർ ഹെർബർട്ട് റിസ്ലി ദാറ്റ് കാസ്റ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് റേസ് ദാറ്റ് കം ടു ഇന്ത്യ അലോങ് വിത്ത് ആര്യൻസ്. അതായത് അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ഹെർബർട്ട് റിസ്ലി അദ്ദേഹത്തിൻ്റെ റേഷ്യൽ തിയറി അതുമായിട്ട്, അതായത് ഹീസ് എഗ്രീയിങ്, സമ്മതം, അതായത് അത് കറക്റ്റാണെന്നാണ് ഗുറേ പറയുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം വരാൻ കാരണം ആര്യൻസ് ആണെന്ന് ഗുറേ അഭിപ്രായപ്പെടുന്നുണ്ട്.
പിന്നെ അക്കോർഡിംഗ് ടു ഹിം കാസ്റ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം റേസ് ആൻഡ് ഒക്യുപ്പേഷൻ സ്റ്റെബിലൈസ്ഡ് ഇറ്റ്. അതായത് ഗുറേൻ്റെ അഭിപ്രായത്തിൽ കാസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള റേസിലൂടെയാണ്. ആ റേസ് അതായത് അതിനെ നിലനിർത്തുന്നത് ഈ പറഞ്ഞ ഒക്യുപ്പേഷൻസ് ആണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒക്യുപ്പേഷൻസ് ആണ്. പിന്നെ ഗുറെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് 6 ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളുടെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ 6 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തത് സെഗ്മെൻ്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹയറാർക്കി. മൂന്നാമത് സിവിൽ ആൻഡ് റിലീജിയസ് ഡിസേബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ്. നാലാമത് ലാക്ക് ഓഫ് അൺറെസ്ട്രിക്റ്റഡ് ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ. അഞ്ചാമത് റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ്, ഡ്രിങ്ക്സ് ആൻഡ് സോഷ്യൽ ഇൻ്റർകോഴ്സ്. ആറാമത്തത് എൻഡോഗമി. സോ ഫസ്റ്റ് വൺ സെഗ്മെൻ്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർ കാസ്റ്റ് സിസ്റ്റം സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സ്മാൾ സോഷ്യൽ ഗ്രൂപ്പ്സ് കോൾഡ് കാസ്റ്റ്. അതായത് കാസ്റ്റ് സിസ്റ്റത്തിൽ തന്നെ വേറെയും കുറേ സബ് കാസ്റ്റുകളുണ്ട്, സെഗ്മെൻ്റൽ ആയിട്ടുള്ള ഡിവിഷൻസ്. ഒരു കാസ്റ്റിൽ തന്നെ പലതരം ഡിവിഷൻസ് ഉണ്ട്. സോ അതിലേക്കുള്ള മെമ്പർഷിപ്പ് ടുവേർഡ്സ് ദ കാസ്റ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റും, അതായത് ജനനത്തിലൂടെ കിട്ടുന്നതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. സോ ഈ പറഞ്ഞ കാസ്റ്റിലേക്കുള്ള മെമ്പർഷിപ്പ് എപ്പോഴും അതായത് ബർത്തിലൂടെയാണ് കിട്ടാറുള്ളത്. അതുപോലെ ദ മെമ്പേഴ്സ് ഓഫ് എവറി ഡിവിഷൻ ഹാവ് ഫിക്സ്ഡ് സ്റ്റാറ്റസ്, റൂൾസ് ആൻഡ് ടാസ്ക്. അതായത് ഈ പറഞ്ഞ ഈ സെഗ്മെൻ്റ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇതിലെ ഓരോരോ സബ് കാസ്റ്റിൻ്റെ ഇടയിൽ അവരുടെ റോൾസ് അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും ആ കാസ്റ്റിലെ ആൾക്കാർ പെരുമാറുക. സോ ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ട്രഡീഷണൽ സോഷ്യൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, കസ്റ്റംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് എല്ലാ കാസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള അവർ കാത്തു സൂക്ഷിക്കുന്ന എന്തെങ്കിലും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, റെഗുലേഷൻസൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവും. രണ്ടാമത്തത് ഹയറാർക്കി. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഈസ് ഹയറാർക്കിക്കൽ അക്കോർഡിംഗ് ടു ഗുറയുടെ അഭിപ്രായത്തിൽ കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെ ഹയറാർക്കിക്കലാണ്, ശ്രേണി പോലെയാണ്. എന്നിട്ട് തിയററ്റിക്കലി ബ്രാഹ്മിൻസ് ഒക്യുപ്പൈ ദ ടോപ്പ് പൊസിഷൻ ആൻഡ് ശൂദ്രാസ് ഒക്യുപ്പൈ ദ ബോട്ടം. അതായത് അതിനെ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ബ്രാഹ്മിൻസ് ആണ് സുപ്രീം പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ആൻഡ് ദ ലോവർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് ശൂദ്രാസ് ആണ്. സോ അത് തന്നെ നോക്കുമ്പം അതിൽ ഹയറാർക്കി നമുക്ക് കാണാൻ കഴിയും. അതായത് ദ കാസ്റ്റ് ഈസ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ സോഷ്യൽ പ്രസിഡൻസ് ഓഫ് കാസ്റ്റ്. അതായത് ഈ പറഞ്ഞ കാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ സോഷ്യലി ആർക്കാണ് റെലവൻസ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഏത് കാസ്റ്റ് അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിനെയാണ് ഏറ്റവും സുപ്രീമായിട്ട് കണക്കാക്കുന്നത് എന്ന് വെച്ചുകൊണ്ടാണ്. സോ അതാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. പിന്നെ സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അപ്പർ കാസ്റ്റിൻ്റെയും ലോവർ കാസ്റ്റിൻ്റെ ഇടയിൽ സിവിൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള നമ്മളെ സോഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പബ്ലിക് വെല്ല്, നിങ്ങൾക്കറിയാം പണ്ടത്തെ കാലത്തെ ആൾക്കാർ എങ്ങനെയാണ് അവരുടെ അതായത് അവരെങ്ങനെയാണ് ജീവിച്ചു, ഈ കാസ്റ്റ് ഫോളോ ചെയ്യുന്നവർ, അവർക്ക് പബ്ലിക്കായിട്ടുള്ള റോഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, കിണർ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഏറ്റവും ഉയർന്ന ജാതിയിലുള്ള ഒരാൾ വരുമ്പം താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ എത്രയോ മീറ്റർ അപ്പുറം മാറി നിൽക്കണം, അതർവൈസ് ഇംപ്യൂരിറ്റി ആയി പോകും എന്നൊക്കെ പറയുന്നത് അതാണ് ഈ പറയുന്ന സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസിൽ വരുന്നത്. അതായത് അപ്പർ ക്ലാസ്സിന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്, ലോവർ ക്ലാസ്സിന് ഈ പറഞ്ഞ പബ്ലിക്കായിട്ടുള്ള സാധനങ്ങൾ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതാണ് ഈ പറഞ്ഞ സിവിൽ ആൻഡ് റിലീജിയസ് ഡിസേബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസിൽ പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് അൺറെസ്ട്രിക്റ്റഡ് ചോയ്സസ് ഓഫ് ഒക്യുപ്പേഷൻ. അതായത് ഒക്യുപ്പേഷൻ ഓൾറെഡി അവർ ജനിക്കുമ്പോൾ തന്നെ ഓരോ കാസ്റ്റിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ജോലി ഉണ്ടാവും അല്ലെങ്കിൽ തൊഴിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ കർഷകനാണെങ്കിൽ അയാളുടെ പാരമ്പര്യത്തിൽ ആ മക്കൾ കർഷകരെ ആയിട്ട് വരും. അതുപോലെ മരപ്പണിക്കാരനാണെങ്കിൽ മരപ്പണിക്കാർ, അല്ലെങ്കിൽ എവിടത്തെങ്കിലും അടിമയായിട്ടാണെങ്കിൽ അവർ അടിമയായിട്ടായിരിക്കും വരിക. സോ അത് ഓൾറെഡി റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ്, ഡ്രിങ്ക്സ് ആൻഡ് സോഷ്യൽ ഇൻ്റർകോഴ്സ്. അതായത് സോഷ്യൽ ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇടപെടുന്നത്, അതിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിനോട് മിണ്ടുന്ന അല്ലെങ്കിൽ അവരെ കാണുന്നത് എന്നൊക്കെ പറയുന്നത് അവർക്കൊരു ഐറ്റമാണ്, അല്ലെങ്കിൽ അവരുടെ അൺടച്ചബിളായിട്ട് കണക്കാക്കുന്ന ഒരു ഇതാണ്. അതുപോലെ ഫുഡ് എന്ന് പറയുന്നത് 2 തരം ഫുഡുണ്ട്, കച്ച ഫുഡ്, പക്ക ഫുഡ്. കച്ച എന്ന് പറഞ്ഞാൽ റോ ഫുഡ്, പക്ക എന്ന് പറഞ്ഞാൽ കുക്ക്ഡ് ഫുഡ്.
സോ അത് അത് കൺസ്യൂം ചെയ്യുന്നതിൽ അതിപ്പം അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിൻ്റെ നിന്ന് വാങ്ങണോ വേണ്ട, അതിൽ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആർട്ടിക്കിൾ ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ അത് പിടികിട്ടും. പിന്നെ ലാസ്റ്റ് ഉള്ളത് എൻഡോഗമിയാണ്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഗ്രൂപ്പാണ് എൻഡോഗമി. അതായത് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാരേജ് അത് ചെയ്യുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുക. അപ്പം ഇപ്പോൾ ഏതെങ്കിലും കാസ്റ്റിലുള്ള ആൾക്കാർ പുറത്തൊന്നും ഇല്ലാതെ, അതായത് ആ കാസ്റ്റിലെ ആൾക്കാരെ തന്നെ മാരേജ് ചെയ്യുമ്പം ആ ഒരു പ്രോസസ്സിനെയാണ് എൻഡോഗമി എന്ന് പറയുക. സോ ഇത്രയാണ് GH ഗുറയുടെ വ്യൂസ് ഓൺ കാസ്റ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഞാൻ തരുന്ന ആർട്ടിക്കിൾ നന്നായിട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ലാംഗ്വേജ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വായിക്കുക. സോ അടുത്തത് അംബേദ്കർ ആണ്. BR അംബേദ്കർ വ്യൂസ് ഓൺ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ്. BR അംബേദ്കറിൻ്റെ ഫുൾ നെയിം ഭീംറാവു അംബേദ്കർ എന്നാണ്. ഹി വാസ് എ ജൂറിസ്റ്റ്, സ്കോളർ, പൊളിറ്റിക്കൽ ലീഡർ, ബുദ്ധിസ്റ്റ് റിവൈവലിസ്റ്റ് ആൻഡ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹത്തെ ജൂറിസ്റ്റായിട്ടും അതുപോലെ സ്കോളറായിട്ടും പൊളിറ്റിക്കൽ ലീഡറായിട്ടും ബുദ്ധിസ്റ്റ് റിവൈവലിസ്റ്റായിട്ടും അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചീഫ് ആർക്കിടെക്റ്റായിട്ട് കണക്കാക്കുന്നത് ഈ പറഞ്ഞ BR അംബേദ്കറിനെയാണ്. ഭീംറാവു അംബേദ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1981 മഹാരാഷ്ട്രയിലാണ്. മഹർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് അൺടച്ചബിൾ കാസ്റ്റാണ് മഹർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പിന്നെ ഭീംറാവു അംബേദ്കറിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്ക്, നമ്മളുടെ കാസ്റ്റ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ദ അനിലേഷൻ ഓഫ് കാസ്റ്റ് 1936, 1936 അനിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് റിഗാർഡ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലെയും എന്താ പറയുക വ്യൂസ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഭീംറാവു അംബേദ്കർ ഇപ്പോൾ ഞാൻ പറഞ്ഞു മഹർ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹി ഈസ് എ അൺടച്ചബിൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ആൾക്കാരുടെ ചിന്താഗതി പോലെ. അതായത് മഹർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു അൺടച്ചബിൾ കാസ്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സോ അപ്പം അദ്ദേഹം ഫ്രം ചൈൽഡ്ഹുഡ് അദ്ദേഹം ഈ പറഞ്ഞ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, കാസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള വിവേചനം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പഠനത്തിൽ, അതായത് അദ്ദേഹത്തിന് സ്കോളർഷിപ്പൊക്കെ കിട്ടി. മഹാരാജ ഓഫ് ബറോഡ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ അദ്ദേഹത്തിന് മാട്രിക്കുലേഷന് ശേഷം, അതായത് 10th അന്നത്തെ ആ 10th പൊസിഷനൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ BA കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷം സ്കോളർഷിപ്പ് കിട്ടി. അതിനുശേഷം മറ്റേ UK ആണെന്ന് തോന്നുന്നു, UK പോയിട്ട് MA ആൻഡ് PhD ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരുന്ന ആർട്ടിക്കിളുണ്ട്. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്കോളർഷിപ്പ് കട്ട് ചെയ്യുകയും അതിനുശേഷം ഹീ കെയിം ബാക്ക് ടു, അതായത് ആ പ്രോപ്പർ സ്ഥലത്തേക്ക് വരികയും അവിടുത്തെ രാജാവിൻ്റെ കീഴിൽ, രാജാവോ ഹൂവർ വാസ് റൂളിങ്, അയാളുടെ കീഴിൽ അയാളുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. സോ അവിടെയും അദ്ദേഹം ഈ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ബേസിൽ അദ്ദേഹം ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ അയാൾക്കറിയാം അയാളുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറഞ്ഞ അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ പറഞ്ഞ കാസ്റ്റ് ബേസിലുള്ള കാര്യങ്ങൾ